ഹായ്, ഞാനും തമ്മയും കൂടിയിട്ട് നിങ്ങൾക്കൊരു സ്ഥലം പരിചയപ്പെടുത്താൻ കൊണ്ടുപോയിരുന്നേ. അവിടെ എത്തിരി ഞാൻ പറയാം കേട്ടോ. ഓക്കെ, വേഗം വാ. അത് നമ്മളെ കണ്ടാ കേട്ടോ. പേര കൂട്ടി കൊണ്ടെന്ന് അമ്മായി പറഞ്ഞ് ഏകദേശം നമ്മൾ പറഞ്ഞ സ്ഥലം എത്താനായിട്ടുണ്ട്. പിന്നെ അമ്മായി നടക്ക് നോക്കണേ, ശ്രദ്ധിക്കണേ. ഇവിടെ ഇപ്പം മഴ പെയ്താൽ പിന്നെ ഇവിടുന്ന് നോക്കണ്ട, ഇവിടെല്ലാം വെള്ളമായിരിക്കും. വെള്ളം കണ്ടല്ലേ, ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ. വാമയല്ലേ, ഇതാണ് നമ്മുടെ സ്വന്തം കുളം കേട്ടോ. വാമയൊക്കെ നല്ല അറിയില്ല. കുളത്തിൻ്റെ ആഴം നോക്കി നിങ്ങൾ വാ. ജസ്റ്റ് ഞാൻ ഇന്നലെ കുളം അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾ ആരും പരിചയപ്പെടുത്തിയിട്ടില്ല. വെള്ളക്കീണ് നോക്കണേ, വെള്ളക്കീണ്. ഇതാണ് നമ്മളെ സ്വന്തം കുളം. പിന്നെ ഞാൻ നീന്താൻ പഠിച്ച മാത്രമല്ല, നമ്മൾ ഒട്ടുമിക്ക ആളും ചെറുപ്പത്തിലാണ് നീന്താൻ പഠിച്ച സ്ഥലമാണ് കേട്ടോ. അമ്മായിമക്കാരില്ല നീന്താൻ, അതുകൊണ്ട് പറഞ്ഞു നീന്താൻ അറിയില്ല. എന്നെ കണക്ക് നീന്താൻ നീ അറിയാട്ടോ. അമ്മായിമക്ക് അറിയാം. അല്ല മേമേ പഠിച്ചിട്ടേ എന്നെ കണക്ക് നീന്താൻ എനിക്കറിയാം. ഞാൻ അപ്പുറം ഇപ്പുറം ഒരു 10 മറി വെക്കും ആ ചെറുപ്പത്തില്. എല്ലാരും അല്ലേ ഞായറാഴ്ച മാറ്റല്ലേ ഞായറാഴ്ച ദിവസം പെരുമഴ വന്നാലും നമ്മൾ കുഴപ്പമില്ലേ. ഇപ്പൊ നോക്കി ഇപ്പൊ നമുക്ക് സംഭവിക്കും. ഇപ്പൊ കൊളവുമില്ല ഒന്നുമില്ല. ഇതിലാണ് നോക്കറങ്ങ. പക്ഷെ ഇതിന്റെ പിന്നെ പിന്നെ നല്ല ഇനിയിപ്പോ മഴ വരണം, എല്ലാവരും കൂടി വൃത്തിയാക്കിയിട്ട് നല്ല തിളങ്ങുന്ന വെള്ളമായിരിക്കും മഴയത്ത് ഫുള്ള്. പിന്നെ സംഭവം ഭയങ്കര നീന്തലാണ് കേട്ടോ. സംഭവം മാത്രമല്ല, അച്ഛനും എല്ലാവരും കൂടി ഭയങ്കര കുളം എന്ന് പറഞ്ഞാൽ ഇവർക്ക് നനക്കാനും കുളിക്കാനും എല്ലാം ഭയമേ അങ്ങനല്ലേ മുമ്പത്തെ അങ്ങനെയല്ലേ. പിന്നെ ഓരോരോ കെട്ടെടുത്തിട്ട് വരും. അതല്ലേ, ഓരോരോ കെട്ടെടുത്തിട്ട് വരും. പിന്നെ എല്ലാ ദിവസവും പിന്നെ ഇവിടുന്ന് നനക്കും കുളിച്ചിട്ട്. ഇപ്പം ഞാനും തന്നെ ഞായറാഴ്ചയെല്ലാം വന്നാൽ പിന്നെ ഇവിടുന്ന് മതിക്കലാന്ന്. ഞായറാഴ്ച വന്നാൽ പിന്നെ ഒരു ഉച്ചയ്ക്ക് വന്നാൽ തന്നെ രാത്രിയെ പോകും. എന്നുവെച്ചാൽ അത് രസമല്ലേ, എല്ലാവരും കുറേ ആളുണ്ട്. ഇപ്പം ആരും കുളർന്ന് ആരും വരലേ ഇല്ല. ആരും വരലേ ഇല്ല. ഇപ്പൊ ഫുള്ള് പറ്റിയതാ. ഇനിയിപ്പോ ഒന്നുമില്ല. മീനെല്ലാം ഉണ്ടാവും കേട്ടോ, നല്ല മീനെല്ലാം ഉണ്ടാവും. പിന്നെ മുമ്പും നല്ല മീൻ ഉണ്ടാവില്ല മയമല്ലേ അല്ലേ? മുമ്പ് നല്ല മീൻ ഉണ്ടാവും. ഇപ്പത്തെ മീൻ പോലെ ഒന്നല്ല മുമ്പത്തെ മീൻ. മഴ അങ്ങ് വരുമ്പോ വെള്ളം നിറഞ്ഞിട്ടായിട്ടാകുമ്പോ ഇങ്ങനെ ആ ഒലിപ്പില് കണ്ടെത്തുന്നത്. അതല്ലേ, ഇത് നമുക്ക് കുളം ഉണ്ടായോണ്ടൊരു ഭാഗ്യാണല്ലോ അമ്മയമ്മ. അതല്ലേ. ഇത് നോക്കി, ഇതിന്റെ കല്ല് നോക്കി, ഇതിന്റെ കെട്ട് നോക്കിയാൽ ഒന്നും സിമെന്റോ സംഭവം ഒന്നുമില്ല. നോക്കരുത്, ഇതിന്റെ നീളവും കാര്യങ്ങളും ഒരു സംഭവം എന്ന് വെച്ചാൽ സിമെന്റ് ഒന്നുമല്ല, ഇങ്ങനെ ജോയിന്റ് ആക്കി വെച്ച സംഭവമാണ്. ഇപ്പൊ ഒന്നല്ല, മുന്നേ എത്ര കൊല്ലം ആർക്കും ഒരു കൊടുത്തില്ല. 150 കൊല്ലത്തിനപ്പുറം. അതെല്ലേ, ആർക്കും ഓർമ്മയില്ലല്ലേ. പക്ഷേ നോക്കിയാൽ ഒരു കല്ല് പോലും ഇങ്ങനെ ചെറുമാരി 2-3 കല്ലടിച്ച് നമ്മൾ ചെങ്ങായി എല്ലാം കൂടി ജോയിൻ വെച്ചതാണ്. മറ്റേ ഒന്നും അനങ്ങിയിട്ട് അത് നോക്കിയാൽ മറ്റേ ഇപ്പത്തെ കല്ലാന്ന് എപ്പോഴും അനങ്ങിന് വെച്ചാൽ നോക്കി ഒരു ഇതും ഇല്ല. അങ്ങനത്തെ സംഭവം കേട്ടാ. ഈ കല്ലെല്ലാം എടുത്തൊന്നും അറിയില്ല അല്ല മയമേ. അതായിട്ടൊന്നും വേടുന്ന കല്ല് ഒന്നും അറിയില്ല. അതിന്റെ ഷേപ്പ് അതന്നെ. പിന്നെ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാണൊക്കെ ഉണ്ട്. നമ്മളെ ചുമട്ട് താങ്ങിയില്ലേ, ചുമട്ട് അങ്ങനത്തെ ഒരു കല്ല്. നിങ്ങൾ ഒറ്റ കല്ലാണ് കേട്ടോ. ഒരു കല്ല് നിങ്ങൾ നോക്കി നിങ്ങളെത്തില്ല സംഭവം. അത് എന്തിനാ സംഭവം, എന്തെന്ന് സംഭവം എന്തെന്ന് ചുമട്ട് താങ്ങി അല്ലേ? ചുമട്ട് താങ്ങി ഞാൻ കുറെ സ്ഥലത്ത് വേറെ 2-3 സ്ഥലത്ത് ഞാൻ കണ്ടിനി. എന്നുവെച്ചാൽ നമുക്ക് എന്തെങ്കിലും മുംബൈയിലവർ വെച്ചാൽ എന്തെങ്കിലും തലയിൽ കെട്ടും മതിച്ച് വരുമ്പോൾ താങ്ങി വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവത്തിനെ ചുമട് താങ്ങി. പക്ഷേ ഇതും എന്തിനാ പറയുക, ചിലപ്പോൾ ഇത് വേറെ രീതിയിൽ നിങ്ങൾ അറിയാം. നോക്കിയതാ കല്ല് നോക്കി, ഒറ്റ കല്ലാണ് കേട്ടാ, ഒറ്റ കല്ല. നോക്കി ഇതിൻ്റെ നീളം നോക്കിയാ ഇതാ ഒറ്റ കല്ല്. ഇങ്ങനെ ഒരു കല്ല് ഇങ്ങനെ ആക്കണമെങ്കിൽ ഇത്ര സംഭവം അല്ലേ. ഇതാ ഇതാ ഇപ്പത്തെ ഒറ്റക്കല്ലൊന്നും ഇത്ര പോലെ ഇല്ലേ. ഒരു സംഭവം ഇതിൻ്റെ സൈസ് ഒക്കെ നോക്കറാ, ഗൂഗിൾ കാണിച്ചു. ഇതാണ് കേട്ടോ ഫുള്ള്. ഇതാ ഫുള്ള് കമിഞ്ഞ് ഒഴുകും കേട്ടോ, വെള്ളം കമിഞ്ഞ് ഒഴുകും. ഇതാ പിള്ളേരെല്ലാം കളിക്കാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇവിടുന്ന് കളിക്ക് വരും. ഇപ്പം കളിക്കാൻ പറ്റും, മഴ വന്നാൽ പിന്നെ ഒരു കളി ഒന്നും നടക്കില്ല. എല്ലാവരും ഇവിടെ അർമ്മതായിരിക്കും കേട്ടോ. വെള്ളം വന്നാൽ നല്ല അടിപൊളിയായിരിക്കും. ഇതൊക്കെ ഇത്തിരി നല്ല സ്പേസാണ്, നല്ല ആഴമുണ്ട്. പിന്നെ നല്ല നീന്താൻ പഠിപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ്. എന്നെ അച്ഛനെ പഠിപ്പിച്ചിട്ടുണ്ട് നീന്താൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ. സമയത്തിന് മുന്നേ അവർ രാജാക്കന്മാർ സമയം പറഞ്ഞിട്ട് 10 മാറി. ഞാൻ അതാണ് ഞാൻ അപ്പുറത്ത് തുള്ളിയാൽ ഇപ്പുറം മുങ്ങിയിട്ട് പോകുന്നു. മീൻസ് അപ്പുറത്ത് തുള്ളിയിട്ട് മുങ്ങിയിട്ട് ഒറ്റ ഇവിടെ പൊന്തിന് കേട്ടോ. ഞാൻ വടയൊന്നുമില്ല, ഇനി കമൻറ്റ് വടയെന്ന് പറഞ്ഞിട്ട് പറയണ്ട, വടയിൽ സത്യമായിട്ട് പറയുന്നതാണ് കേട്ടോ. പിന്നെ നല്ല രസമാണ്, നല്ല രസമാണ്. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. നീ മാത്രം പറയട്ടെ, ഞാനും പറയട്ടെ. ഞാൻ പണ്ട് ചെറുപ്പത്തില് വീടിന് തുള്ളും തായിലേക്ക്. അന്നേരം കുറച്ചും വെള്ളം ഉണ്ടാവും. എന്നിട്ട് ന്യായം അതിൽ കല്ലോ മണ്ണോ വരാൻ വേണ്ടിട്ട് താണു കഴിഞ്ഞിട്ട് അവസാനം പൊന്തണ്ടേ
ആവുന്ന 10 പയറ്റിച്ച് ലാസ്റ്റ് ഒരൊറ്റ അത് എത്ര ആഴുണ്ടത് ഇത് അതന്നെ അതിനുശേഷം മുങ്ങുന്ന പരിപാടി ഞാൻ എടുത്ത്. അല്ല അത് നമ്മയും കളിക്കില്ല. നമ്മ ഈ വെളിച്ചെങ്കിലും പറക്കിട്ട് നമ്മ താഴെ നിടുകയും ചെയ്യില്ല. താഴെ പോകുമ്പോ ചെവിടിങ്ങനെ പൊട്ടുന്ന രീതിയിൽ എന്തോ ആവും. നമ്മ ഇങ്ങനത്തെ ഇതെല്ലാം ഇട്ടിട്ട് മുങ്ങിയെടുക്കില്ല. അതൊരിങ്ങനെ കളികളൊക്കെ എന്നാൽ ഞായറാഴ്ച എന്തെല്ലോ കളിക്കും. ഇപ്പത്തെ പിള്ളേർക്കല്ല അത് അറിയാത്തത്. നമ്മളാ ഒരു ലെവലിൽ എന്താ അമ്മയോ തമയമ തുള്ളുട്ടോ. ഞാൻ ഇപ്രാവശ്യം മഴ പെയ്ത് വെള്ളം എന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ തമയമ കൊണ്ട് നീന്തിക്കും. എന്തായാലും തുള്ളാനാവോ അറിയില്ല. നീന്തൂല നീന്തെന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. എന്തായാലും തമയമ ഞാൻ നീന്തിപ്പിക്കും എന്തായാലും. അല്ല മയമേ ഏകദേശം നമ്മളെ കുളത്തിനെ പോയിട്ട് ഏകദേശം തിരിഞ്ഞില്ലേ. ഇതാണ് കേട്ടോ നമ്മളെ കുളം. നമുക്കെല്ലാം ഉണ്ട് അല്ലേ മയമേ? കുളമുണ്ട്, തോടുണ്ട്, കണ്ടുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രത്യേകം വന്നതാണ്. അതുകൊണ്ട് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ കേട്ടാ.